ശിവഭഗവാൻ എന്തുകൊണ്ട് ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ അഞ്ജനാദേവി പുത്രഭാഗ്യത്തിനായി ശിവഭഗവാനെ പൂജിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വീടിന് പുറത്തുനിന്ന്, "അമ്മേ, എനിക്ക് വളരെ വിശക്കുന്നു, എന്തെങ്കിലും തിന്നാൻ തരൂ" എന്ന് യാചിച്ചു. ഇത് കേട്ട അഞ്ജനാദേവി ആ ഭിക്ഷക്കാരനെ അകത്തേക്ക് ക്ഷണിച്ച്, "ആദ്യം കൈ കഴുകി വരൂ" എന്ന് പറഞ്ഞു. എന്നാൽ ആ ഭിക്ഷക്കാരൻ, "എനിക്ക് കൈ കഴുകുന്ന ശീലമേയില്ല, ഭക്ഷണം വിളമ്പൂ" എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. അതിഥിയെ അപമാനിക്കരുത് എന്ന് കരുതി അഞ്ജനാദേവി മൗനമായി ഭക്ഷണം വിളമ്പി. ആ ഭിക്ഷക്കാരൻ, "നിങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയുമോ? ഈ ഭക്ഷണം കൊള്ളില്ല" എന്ന് പരാതി പറഞ്ഞുകൊണ്ട് ശിവഭഗവാന് വേണ്ടി നേദ്യമായി വച്ചിരുന്ന എല്ലാ ഭക്ഷണവും തിന്നുതീർത്തു. അഞ്ജനാദേവിക്ക് വളരെ കോപം വന്നു. എങ്കിലും അത് പ്രകടിപ്പിക്കാതെ മൗനമായിരുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം ആ ഭിക്ഷക്കാരൻ, "ഈ ഭക്ഷണം ഞാൻ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പുണ്യം കിട്ടും. ആ ശിവൻ ഇത് കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പുണ്യവും ലഭിക്കുമായിരുന്നില്ല" എന്ന് പറഞ്ഞ് കളിയാക്കി. ഇത് കേട്ട അഞ്ജനാദേവിക്ക് കോപം നിയന്ത്രിക്കാൻ കഴിയാതെ ദേഷ്യത്തോടെ പറഞ്ഞു, "എന്റെ ശിവഭഗവാനെക്കുറിച്ച് ഇനി ഒരു വാക്കുകൂടി പറഞ്ഞാൽ പിന്നെ" എന്നവർ ശബ്ദമുയർത്തി. ഉടനെ ആ ഭിക്ഷക്കാരൻ ശിവഭഗവാനായി രൂപം മാറി. ഭഗവാൻ പറഞ്ഞു, "അഞ്ജന, നിന്റെ ഭക്തിയും ക്ഷമയും കണ്ട് എന്റെ മനസ്സ് നിറഞ്ഞു. നിന്റെ ഭക്തിക്കുള്ള സമ്മാനമായി ഹനുമാൻ എന്ന പേരിൽ ഞാൻ തന്നെ നിന്റെ പുത്രനായി ജനിക്കും." അതിനുശേഷം അഞ്ജനാദേവിക്ക്